ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ ചെടികളാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് കുറച്ച് കാട്ടുചെടികളെ നമ്മൾ നാട്ടുചെടികളാക്കിയപ്പോൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. കാര്യം ഇത് പറമ്പിലെല്ലാം നിൽക്കുന്ന, റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ചെടികളാണ്. പക്ഷേ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനിവിടെ കൊണ്ട് നട്ടതാണ്. നട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് റോഡിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളിത് ഇത്ര ഗുണമില്ലാന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യാതെ പോകുന്ന ചെടികളാണ്. ഞാനിവിടെ കൊണ്ടുവന്നത് നല്ല രീതിക്കാണ് നട്ടേക്കുന്നത്. അതിൽ ആദ്യത്തെ ചെടിയാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാദ്യം വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു വയലറ്റ് നിറവും ഇടയ്ക്ക് ഒരു ഇതളിന് മാത്രം ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുമാണ്. ഇത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊന്ന് ഫെയ്ഡായിട്ട് ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡിലേക്ക് മാറും. എന്തായാലും കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മൾ പുതിയതായിട്ടുണ്ടായത്. ഇതിൻ്റെ കളറ് കണ്ടോ, നല്ലൊരു ഇച്ചിരി വയലറ്റിൽ ഇച്ചിരി റെഡ് പോലെ കലർന്ന ഒരു കളറാണിത്. ഈ പൂ പക്ഷേ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം, ഈ ഷെയ്ഡിലേക്ക് മാറും. ഇത് ലൈറ്റ് വയലറ്റ് ആയിട്ട് അങ്ങ് മാറും. ആദ്യം ഉണ്ടായി വരുമ്പോഴത്തേക്കും ഒരു ദിവസത്തേക്ക് ഫസ്റ്റ് ഡേ നല്ല ഭംഗിയാണ്. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഇച്ചിരി ഒന്ന് കുറയും. എന്നാലും പൂ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഇപ്പം കാണിച്ച ചെടിയുടെ വേറൊരു വെറൈറ്റിയാണിത്. ഇതും പൂവെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഫുൾ വയലറ്റാണിത്. മറ്റേ ചെടിയെക്കാട്ടിലും ഇച്ചിരി ഭംഗിയുണ്ട് ഇനി കാണാനായിട്ട്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ 2 ചെടിക്കും എനിക്ക് ഒരുപോലെ ഇഷ്ടമുള്ള ചെടിയാണിത്. ഇത് പിന്നെ കളർ ചേഞ്ച് ഒന്നുമില്ല. ഈ പൂ ഇതേ കളറിൽ തന്നെ ഉണ്ടായി കൊഴിയുകയാണ് ചെയ്യുന്നത്. ഇതും അതുപോലെ എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ചെടിയാണിത്. അടുത്തതും ഇത് റോഡ് സൈഡിൽ നിന്ന് തന്നെ കിട്ടിയ ചെടിയാണിത്. ഇതെനിക്ക് തോന്നുന്നത് ഇത് ഒരു ഉദ്യാന ചെടിയായിരിക്കും. ആരെങ്കിലും കളഞ്ഞതോ വല്ലതും റോഡിൽ കിടന്നിട്ട് വിളിച്ചതായിരിക്കും. ഇതിൻ്റെ ഒരു വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. പൂവെല്ലാം സെയിമാണ്. ഇപ്പം കാണിച്ച പൂവിൽ നിന്നും ഒരിച്ചിരി ലൈറ്റ് ഷെയ്ഡാണിത്. ഇതും കാണാൻ നല്ല ഭംഗിയാണിത്. എനിക്ക് ഇതെന്തായാലും വഴിയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ചെടിയാണിത്. കാണാൻ നല്ല ഭംഗി. പൂവില്ലെങ്കിലും ഇലയും കാണാൻ നല്ലതാണ്. പൂ സീസൺ ആകുമ്പോഴത്തേക്കും പൂവും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ചെടിക്ക് മൊത്തമായിട്ട്. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് കാണിച്ച ചെടിയുടെ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതളിൻ്റെ താഴെ ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുണ്ട് ഇതിന്. പക്ഷേ ആദ്യം കാണിച്ച എന്താ പറയുക കളറും ഈ കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഒരു ഇതളിന് മാത്രം ഒരിച്ചിരി ഷെയ്ഡ് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത ഒരു ചെടിയാണിത്. ഇതാരും അങ്ങനെ വീടുകളിൽ അങ്ങനെ വളർത്താറില്ല. പക്ഷേ ഞാൻ ചെടിയോട് എനിക്ക് അത്രയും ഒരു ക്രേസ് ആയതുകൊണ്ട് ഞാനിത് നട്ടതാണ്. ഇതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തേനീച്ചകളും ചിത്രശലഭങ്ങളും വരുന്ന ഒരു ചെടിയാണ്. അതിനും കൂടെ കൊണ്ടാണ് ഞാൻ ഈ ചെടി ഇവിടെ നട്ടത്. ഇത് ഇപ്പോൾ എങ്ങനെ നട്ടാലും കിളിക്കുന്ന ഒരു ചെടിയാണിത്. യാതൊരു പ്രയാസവും ഇല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ഈ തേൻകുരുവികളും ഇഷ്ടം പോലെ ഇതിൻ്റെ ചുറ്റും വരും. അങ്ങനെ പൂവെന്ന് പറയുമ്പോൾ ഒരു നീലപ്പൂവാണ്, ചെറിയൊരു പൂവാണ്. എന്നാലും ഈ ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെടി ഇവിടെ നട്ടത്. അടുത്ത ഒരു തനി കാട്ടുചെടിയാണിത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൂവിൻ്റെ ഒരു സൗന്ദര്യം കണ്ടുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണിത്. ഇതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ കള ടൈപ്പിൽ വളരുമായിരിക്കും. പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇല കാണാത്ത വീട്ടിൽ ഇഷ്ടംപോലെ പൂവുണ്ടാവും. അങ്ങനെ ഈ പറയുന്ന പോലെ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ അടുത്ത ചെടിയാണിത്.
അടുത്തത് ഇതുപോലെ തന്നെ ഒരു കാട്ടുചെടിയാണിത്. ഇതിൻ്റെ പേര് മോർണിംഗ് ഗ്ലോറി ഇനത്തിൽപ്പെട്ടതാണ്. റെയിൽവേ ഗ്ലോറി എന്നും ഇതിനൊരു പേരുണ്ട്. ഇതും ഞാൻ കൊണ്ടുവന്ന ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ്. ഇത് ഒത്തിരി അങ്ങ് മരത്തിലൊക്കെ ഏറ്റിവിട്ട് കഴിഞ്ഞാൽ ആ മരം മുഴുവനായി കാടായി മാറും. അതുകൊണ്ട് ഞാനിതൊരു പെയിൻറ്റ് ടിന്നിനകത്ത് ഒരു കമ്പ് കുത്തി വെച്ച് അതിലേക്ക് പടർത്തിയേക്കുകയാണ്. അപ്പോൾ അത് ലിമിറ്റഡായിട്ട് വളരുകയും ചെയ്യും, എന്നാൽ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പം വെച്ചിട്ട് ഒത്തിരി വർഷം ഒരിക്കലും നശിച്ചു പോകാത്തൊരു ചെടിയാണിത്. പൂവിൻ്റെ ഒരു ഭംഗിയാണ് ഏറ്റവും രസം. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെറിയ രീതിയിലൊന്ന് ലിമിറ്റഡായിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ചെടിയാണിത്. ഈ പൂവിനെ കുറിച്ചുള്ള ചരിത്രം എന്ന് പറയുന്നത് പണ്ട് ഓസ്ട്രേലിയനാണ്ട് നമ്മുടെ നാട്ടിൽ കുടിയേറിയതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ പടരുന്നൊരു സ്വഭാവം ആയതുകൊണ്ടായിരിക്കണം ഇത് ബാക്ടീരിയയായിട്ട് തരം താഴ്ത്തപ്പെട്ടത്. അങ്ങനെ പണ്ടിത് നമ്മുടെ ഒരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് വന്ന ചെടിയാണിത്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ചെടിയാണ്. ഇത് പണ്ട് കാലത്ത് ആൾക്കാർ ഇത് വീടുകളിൽ ഉദ്യാന ചെടിയായിട്ട് വെച്ചിരുന്നതാണ്. ഇത് കാലക്രമേണ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇഷ്ടംപോലെ തൈ ഉണ്ടായിട്ട് ഇവിടെ കാടായി മാറുന്ന ഒരു സ്വഭാവം കാരണം ഇത് കാലക്രമേണ ആളുകൾ ഇത് ചെടി എടുത്ത് പറമ്പിലൊക്കെ കളയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിന് ഉദ്യാന ചെടി എന്നുള്ളൊരു സ്ഥാനം നഷ്ടപ്പെട്ടത്. നല്ലൊരു ചെടിയാണ്, നല്ലൊരു പൂവാണ്. ഇഷ്ടംപോലെ ചിത്രശലഭങ്ങളും അതുപോലെ ഹമ്മിങ് ബേഡ്സൊക്കെ ഇഷ്ടംപോലെ വരും ഇതിൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാനിതിനെ ഒരു നല്ല ചെടിയുടെ സ്ഥാനം കൊടുത്താണ് ഇവിടെ നിർത്തിയേക്കുന്നത്. ഒരു പൂങ്കുല ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 3 മാസമെങ്കിലും, 6 മാസമാണ് പറയുന്നത്, 3 മാസമെങ്കിലും ആ പൂങ്കുല ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്കിപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാം, താഴേന്ന് പൂ വിരിഞ്ഞ് മുകളിൽ എത്തുന്നിടം വരെ, ആ മുകളിൽ അറ്റം വരെ എത്തുമ്പോഴത്തേക്ക് ഇത് ഏറ്റവും കുറഞ്ഞ 6 മാസമെങ്കിലും എടുക്കും. അങ്ങനെ നമുക്ക് എപ്പോഴും ഉദ്യാനത്തിൽ ഒരു പൂവായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു ചെടിയാണിത്. അടുത്തതും ഇത് എല്ലാവർക്കും ഞാൻ നേരത്തെ ഉള്ള വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാട്ടുചെടികളുടെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതും വളരെ ലിമിറ്റഡായിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ്. എപ്പോഴും പൂവുണ്ടാവുകയും ചെയ്യും. പക്ഷേ നമ്മൾ അധികം മണ്ണിലധികം ടച്ച് ചെയ്യാതെ ഇത് നടണം, എങ്കിൽ ആ ഏരിയ മുഴുവൻ ഇതങ്ങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാനിതിപ്പം എന്താ പറയുന്നത്, ഇത് അധികം പടരാത്ത വിധത്തിൽ നമ്മുടെ ടൈൽസിലേക്ക് പടർത്തുന്ന രീതിയിലാണ്. അങ്ങനെ ലിമിറ്റഡായിട്ട് വളർത്തുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ചെടിയാണ്. 2 ഷെയ്ഡും ഉണ്ട് ഇതിന്, മഞ്ഞയും ഒരു ഡാർക്ക് മഞ്ഞയും കൂടെ ഉള്ള. അങ്ങനെ നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ അന്യം നിന്ന് പോകാതെ നമ്മുടെ ചെടികൾ പൂക്കളുടെ ഭംഗി നോക്കി നാട്ടുചെടിയാണെന്നുള്ള വ്യത്യാസമില്ലാതെ പൂക്കൾ നല്ലതാണെങ്കിൽ എല്ലാവരും കൊണ്ടുവന്ന് വീടുകളിൽ വളർത്താൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ചെടികൾ അന്യം നിന്ന് പോകാതെ നമുക്കെപ്പോഴും ഇത് അവൈലബിളായിട്ട് കിട്ടും. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇപ്പം ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾക്കും നന്ദി. ഇനി നമ്മുടെ ചാനൽ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.